بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين ما بعد. മഹബത്തിൽ എങ്ങനെയാണ് ശിർക്ക് സംഭവിക്കുക? മഹബ്ബ ശിർക്കിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹു തആലയെ ഇഷ്ടപ്പെടുന്നത് പോലെ സ്നേഹിക്കുന്നത് പോലെ മറ്റാരെങ്കിലും ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതലായിക്കൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുക, അതാണ് മഹബ്ബ ശിർക്കിയ. മഹബ്ബ കുഫ്രിയ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അള്ളാഹു തആലയുള്ള മഹബ്ബത്ത് അവന്റെ ഖൽബിൽ തീരെയില്ല, അതോടൊപ്പം അള്ളാഹു അല്ലാത്തവരവൻ സ്നേഹിക്കും, അതാണ് മഹബ്ബ കുഫ്രിയ. ഇതാണ് മഹബ്ബ മഅസിയ. ദലാലത്തിന്റെയും ബിദഅത്തിന്റെയും ഒക്കെ ആളുകളെ മഅസിയത്തിനുള്ള ആൾ സ്നേഹിക്കുക, മഹബ്ബ മഅസിയ. മഹബ്ബ തബഈയ, അതായത് അടുത്ത ബന്ധുക്കളോട്, മാതാപിതാക്കളോട്, സന്താനങ്ങളോടൊക്കെ തോന്നുന്ന മഹബ്ബത്ത്, അവര് മുസ്ലിങ്ങളല്ലെങ്കിൽ പോലും മഹബ്ബ തബഈയ. قال رحمه الله باب قول الله تعالى إنما ذلكم الشيطان يخوف أولياءه فلا تخافوهم وخافون إن كنتم مؤمنين. إنما ذلكم الشيطان يخوف أولياءه فلا تخافوهم وخافون إن كنتم مؤمنين. ഈ ബാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖൗഫുൽ ഇബാദ, ബാബുൽ ഖൗഫ്. ലിഅന്നൽ ഖൗഫ് ഇബാദ, ഭയം എന്നുള്ളത് ഇബാദത്താണ്. വഅന്നൽ ഖൗഫ ലാ യകൂൻ ഇല്ലാ മിനല്ലാഹി അസ്സ വജൽ. ഇപ്പോൾ ഖൗഫ് എന്നുള്ളത് ഇബാദത്തായ, അതുകൊണ്ട് തന്നെ അത് അല്ലാഹു തആല അല്ലാത്തവരിൽ നിന്ന് ഭയമുള്ളവരായിരിക്കാൻ പാടില്ല. അല്ലാഹു തആലയെ മാത്രമാണ് ഭയപ്പെടേണ്ടത്. ഇപ്പോൾ ഖൗഫ് എന്നുള്ളത് ഇബാദത്താണ്, അപ്പോൾ ഭയപ്പെടേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രമാണ്. الخوف هو حرب القلب. خوف എന്നതിന്റെ تعريف هو حرب القلب. حرب وفرار، فرار القلب. അത് ഓടി രക്ഷപ്പെടുക, ഒരാളുടെ ഖൽബ് ഏതെങ്കിലും ഒരു കാര്യത്തെ ഭയപ്പെട്ടുകൊണ്ട് അതിൽ നിന്ന് ഓടി രക്ഷപ്പെടുക, അതാണ് ഖൗഫ്. അൽ ഖൗഫു ഫിൽ ലുഗ ഹറബുൽ ഖൽബ്, അതാണ് ഭാഷയിൽ ഖൗഫ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഭയം. ഇപ്പൊ കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഒരു മുഅ്മിൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യുന്നത് മൂന്ന് കാര്യങ്ങളെ കൊണ്ടാണ്: ബിൽ ഖൗഫി വർ-റജാഇ വൽ മഹബ്ബ. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, അവന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടും, അവന്റെ അനുഗ്രഹത്തെ, അതുപോലെ സ്വർഗത്തെ പ്രതീക്ഷിച്ചുകൊണ്ടും, അവനെ ഇഷ്ടപ്പെട്ടുകൊണ്ടും. ഇങ്ങനെയാണ് ഒരു മുഅ്മിൻ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത്. ബിൽ ഖൗഫി വർ-റജാഇ വൽ മഹബ്ബ. വൽ ഖവാരിജ് യഅ്ബുദൂന അല്ലാഹ ബിൽ ഖൗഫി ഫഖദ് വൽ മുർജിഅ യഅ്ബുദൂന അല്ലാഹ. മുർജിഅകൾ എങ്ങനെയാണ് അല്ലാഹു തആല ഇബാദത്ത് ചെയ്യുന്നത്? ബിർ റജാഇ ഫഖദ്, അള്ളാഹുവിന് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് മാത്രം, പ്രതീക്ഷ മാത്രം, അള്ളാഹുവിന് ഭയമില്ലാതെ, മഹബത്തില്ലാതെ. അതേപോലെ തന്നെ അൽ ഹറൂറിയ യഅ്ബുദൂന അല്ലാഹ അസ്സ വജല്ല ബിൽ ഖൗഫി ഫഖദ് ലിഅന്നഹും മിൻ ജുംലത്തിൽ ഖവാരിജ്. ഖവാരിജുകൾ മൊത്തത്തിൽ ഖവാരിജുകൾ പെട്ട ആളുകളാണ് അൽ ഹറൂറിയ. വസ്സൂഫിയ യഅ്ബുദൂന അല്ലാഹ ബിൽ ഹുബ്ബി വൽ മഹബ്ബ ഫഖദ്. സൂഫിയാക്കൾ അല്ലാഹു തആല ഇബാദത്ത് ചെയ്യുന്നത് മഹബത്ത് കൊണ്ട് മാത്രം, ഹുബ്ബോട് കൂടി മാത്രം. والمؤمن يعبد الله عز وجل بهذا كله بالرجاء
വൽ ഖൗഫ് വൽ മഹബ്ബ. ഖൗലുല്ലാഹി തആല ഇന്നമാ ദാലികുമുശ് ശൈത്വാൻ യുഖവ്വിഫു ഔലിയാഅഹു ഫലാ തഖാഫൂഹും വഖാഫൂനി ഇൻ കുൻതും മുഅ്മിനീൻ. അത് തീർച്ചയായും ശൈത്വാൻ മാത്രമാണ്. ശൈത്വാൻ മാത്രമാണ് നിങ്ങളെ ഭയപ്പെടുത്തുന്നത്. യുഖവ്വിഫു ഔലിയാഅഹു ഐ യുഖവ്വിഫുകും ബി ഔലിയാഇഹി. അവന്റെ ഔലിയാക്കളെ കൊണ്ട്, അതായത് ശൈത്വാനിന്റെ ഔലിയാക്കളെ കൊണ്ട്, ശൈത്വാനിന്റെ സൈന്യത്തെ കൊണ്ട്, ശൈത്വാനിന്റെ സഹായികളെ കൊണ്ട് നിങ്ങളെ ഭയപ്പെടുത്തുകയാണ് ശൈത്വാൻ. ഫലാ തഖാഫൂഹും, അതുകൊണ്ട് നിങ്ങൾ അവരെ ഭയപ്പെടരുത്. ശൈത്വാനിന്റെ ഔലിയാക്കളെ നിങ്ങൾ ഭയപ്പെടരുത്. വഖാഫൂനി, എന്നെ നിങ്ങൾ ഭയപ്പെടുക എന്ന് അല്ലാഹു തആല പറയുന്നു. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ എന്നെ മാത്രം നിങ്ങൾ ഭയപ്പെടുക, ശൈത്താന്റെ ഔലിയാക്കളെ നിങ്ങൾ ഭയപ്പെടരുത്. ഖാല ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് മിൻ ഖൈദിൽ ശൈത്താൻ, ശൈത്താനിന്റെ തന്ത്രങ്ങളിൽപ്പെട്ടതാണ് അൻ യുഖവ്വിഫൽ മുഅ്മിനീന മിൻ ജുൻദിഹി വ ഔലിയാഇഹി ഹത്താ യുജാഹിദുഹും. ശൈത്താൻ അവന്റെ ഔലിയാക്കളെ കൊണ്ടും അവന്റെ സൈന്യത്തെ കൊണ്ടും മുഅ്മിനീങ്ങളെ ഭയപ്പെടുത്തുക. മുഅ്മിനീങ്ങളെ ഭയപ്പെടുത്തുക എന്നത് ശൈത്താനിന്റെ തന്ത്രത്തിൽപ്പെട്ടതാണ്. യുഅദ്ദിമുഹും ഫീ സുദൂരിക്കും, അവരുടെ ഹൃദയത്തിൽ, മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ ഈ ശൈത്താനിന്റെ സഹായികൾ, ശൈത്താനിന്റെ സൈന്യം വലിയ വലിയ ആളുകളാണ്, വലിയ വലിയ സംഘങ്ങളാണ് എന്ന് അവർക്ക് തോന്നിപ്പോകുന്ന തരത്തിൽ. അപ്പോൾ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും ശൈത്താനും അവന്റെ സഹായികളും അവന്റെ സൈന്യവും അവരെ കൊണ്ട് മുഅ്മിനീങ്ങളെ ഭയപ്പെടുത്തും. ചില മുഅ്മിനീങ്ങൾ വിചാരിച്ചു പോകും ശൈത്താനിന്റെ സൈന്യം വളരെ വലിയ സൈന്യമാണ്, ഉന്നതമായ സൈന്യമാണ് എന്ന് ചിലർ വിചാരിച്ചു പോകും. യുഖവ്വിഫുൽ മുസ്ലിമീന മിനൽ കുഫാർ, കാഫിരീങ്ങളെ കൊണ്ട്, അല്ലെങ്കിൽ കാഫിരീങ്ങളെ തൊട്ട് മുസ്ലിങ്ങൾ ഭയപ്പെടുന്ന അവസ്ഥ, അത് ശൈത്താനിന്റെ തന്ത്രങ്ങളിൽപ്പെട്ടതാണ്. കാഫിരീങ്ങളെ മുസ്ലിങ്ങൾ ഭയപ്പെടുക എന്നുള്ളത്. قال رحمه الله وقوله إنما يعمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين. إنما يعمر مساجد الله, അല്ലാഹുവിന്റെ മസ്ജിദുകൾ പരിപാലിക്കേണ്ടത്, അതിന്റെ യഥാർത്ഥത്തിലുള്ള കൈകാര്യകർത്തൃത്വത്തിന്റെ ചുമതല ആർക്ക് മാത്രമായിരിക്കണം? മൻ ആമന ബില്ലാ, അല്ലാഹു തആല വിശ്വസിക്കുന്നവരായിരിക്കണം, അവർ മുഅ്മിനീങ്ങളായിരിക്കണം. വൽ യൗമിൽ ആഖിർ, ഖിയാമത്ത് നാളിൽ, അന്ത്യനാളിൽ വിശ്വസിക്കുന്നവരായിരിക്കണം. വഅഖാമസ്സലാത വആതസ്സകാ, വഅഖാമസ്സലാ, നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നവരാകണം. വആതസ്സകാ, സകാത്ത് നൽകുന്നവരാകണം. വലം യഖ്ശ ഇല്ലല്ലാഹ്, അതാണ് ഷാഹിദ്, അല്ലാഹു തആല അല്ലാത്ത ഒരാളെയും ഭയപ്പെടാത്തവനായിരിക്കണം. വലം യഖ്ശ ഇല്ലല്ലാഹ്. അൽ ഖശിയ, എന്താണ് ഖശിയ എന്ന് പറഞ്ഞാൽ? വൽ ഖശിയതു ഹിയൽ ഖൗഫ്, യൽ ഖൗഫ്. ഖശിയ എന്ന് പറഞ്ഞാൽ ഭാഷയിൽ ഖൗഫ് എന്നർത്ഥം. പക്ഷെ ഖൗഫും ഖശിയയും തമ്മിൽ വ്യത്യാസമുണ്ട്. അൽ ഖശിയതു ഹിയൽ ഖൗഫ് ബിഇൽമിൽ ഖായിഫ് ബിഹാലി മൻ യഖാഫു മിൻഹു. അൽ ഖശിയതു ഹിയൽ ഖൗഫ് ബിഇൽമിൽ ഖായിഫ് ബിഹാലി മൻ യഖാഫു മിൻഹു. അതായത് ഒരു വ്യക്തി ഭയപ്പെടുന്ന മറ്റൊരാളെ ഒരു വ്യക്തി ഭയപ്പെടുകയാണ്. എങ്ങനെ? ബിഇൽമിൽ ഖായിഫ്, ആ ഭയപ്പെടുന്നവന് താൻ ആരെയാണ് ഭയപ്പെടുന്നത് അയാളെ കുറിച്ച് അറിവുണ്ടായിരിക്കും.
താൻ ആരെയാണോ ഭയപ്പെടുന്നത് അയാളെക്കുറിച്ച് ഭയപ്പെടുന്നവന് അറിവുണ്ടായിരിക്കും. ആ അറിവോട് കൂടിയിട്ടാണ് ഒരാൾ ഭയപ്പെടുന്നതെങ്കിൽ അതിനാണ് ഖശ്യ എന്ന് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഒരാൾ ഭയപ്പെടുന്നു. എങ്ങനെ? അല്ലാഹു തആലയെ കുറിച്ചിട്ട് ഇൽമോട് കൂടി. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിട്ടുള്ള ഇൽമോട് കൂടിയാണ് ഒരാൾ അല്ലാഹുവിനെ ഭയപ്പെടുന്നത് എങ്കിൽ അതിനെന്ത് പറയുന്നതാണ് ഖശ്യ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. തീർച്ചയായും അല്ലാഹു തആലയോട് ഖശ്യത്തുള്ള, അല്ലാഹു തആലയെ ഭയപ്പെടുന്നവര് അവന്റെ അടിമകളിൽ ആരാണ്? ഉലമാക്കളാണ്. അതായത് അല്ലാഹു തആലയെ കുറിച്ച് ഇൽമുള്ള ആളുകൾ മാത്രമാണ് അല്ലാഹു തആലയോട് ഖശ്യത്തുള്ളത്. ഇപ്പൊ ഖൗഫ് എന്ന് പറയുന്നത് ആമാണ്. ഏതൊരു വ്യക്തിയിൽ നിന്ന് ഖൗഫ് സംഭവിക്കാം. ജാഹിലാണ്, അവന് ഖൗഫ് ഉണ്ടാകാം. എന്നാൽ അല്ലാഹു തആലയെ കുറിച്ച് അറിഞ്ഞ ഒരു വ്യക്തി അള്ളാഹുവിനെ ഭയപ്പെടുമ്പോൾ അതാണ് ഖശ്യ. അപ്പൊ താൻ ആരെയാണോ ഭയപ്പെടുന്നത് ആ ഭയപ്പെടുന്ന വ്യക്തിയെ കുറിച്ചിട്ടുള്ള അറിവ് ആ വ്യക്തിക്കുണ്ടായിരിക്കും. അതിനാണ് ഖശ്യ എന്ന് പറയാം. ഇപ്പൊ ഖൗഫ് എന്ന് പറയുന്നത് ഖൽബിന്റെ ഇബാദത്തുകളിൽപ്പെട്ടതാണ്. ഖൽബ് കൊണ്ടുള്ള, ഹൃദയം കൊണ്ടുള്ള ഇബാദത്തിൽപ്പെട്ടതാണ് ഖൗഫ്. ഇപ്പൊ ഖൗഫ് എന്ന് പറയുന്നത് ഒരു ആലിമിൽ നിന്നുണ്ടാകാം, ആലിമല്ലാത്തവരിൽ നിന്നും ഖൗഫ് ഉണ്ടാകാം. എന്നാൽ ഖശ്യ ഫലാ തകൂനു ഇല്ലാ മിൻ ആലിം, ഒരു ആലിമിൽ നിന്നല്ലാതെ ഖശ്യത്തുണ്ടാകുന്നതല്ല, ഒരറിവുള്ളവനിൽ നിന്നല്ലാതെ ഖശ്യത്തുണ്ടാകുന്നതല്ല. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈദ് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, ആ ഒരു ഉപാധി വെച്ചിട്ടുണ്ട്. എന്താണ് ഇന്നമ എന്നുള്ളത്? അതിന്റെ സൂചിപ്പിക്കുന്നതാണ് അല്ലാഹു തആലയെ ഭയപ്പെടുന്നത് ആര് മാത്രമാണ്? അവന്റെ അടിമകളിൽ ഉലമാക്കൾ മാത്രമാണെന്നർത്ഥം. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. തയ്യിബ്. വലം യഖ്ഷ ഇല്ലല്ലാഹ് ഫഅസാ ഉലൈക യകൂനു മിനൽ മുഹ്തദീൻ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകൾക്ക് നൽകിയിട്ടുള്ള ഒരു ഫലമാണെന്ത്? ഫഅസാ ഉലൈക യകൂനു മിനൽ മുഹ്തദീൻ. എന്നുവെച്ചാൽ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുള്ള ഖശ്യ എന്നുള്ളത് സബബുൻ ലിൽ ഹിദായ, സബബുൻ ലിൽ ഹിദായ, ഹിദായത്തിനുള്ള കാരണമാണ്. അല്ലാഹു തആലയെ ഭയപ്പെടുക എന്നത് ഹിദായത്തിനുള്ള സബബാണ്. ഫഅസാ ഉലൈക യകൂനു മിനൽ മുഹ്തദീൻ. എന്താണ് അസ എന്ന് പറഞ്ഞാൽ? അസ എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അർത്ഥം വാജിബാണെന്നർത്ഥം, നിർബന്ധമായി തീർന്നു. നേരെ മറിച്ച് ഭാഷയിലുള്ള അർത്ഥമല്ല. ഖാല ഇബ്നു അബ്ബാസ് വകുല്ലു അസാ ഫിൽ ഖുർആനി വാജിബ. അസ എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അർത്ഥം വാജിബ് എന്നർത്ഥം. ഇവിടെ എന്താണ് അർത്ഥം വരിക? ഫഅസാ ഉലൈക അൻ യകൂനു മിനൽ മുഹ്തദീൻ. തീർച്ചയായും അവര് അക്കൂട്ടർ മുഹ്തദീങ്ങളിൽ, ഹിദായത്ത് നൽകപ്പെട്ടവരിലായി തീരും എന്നർത്ഥം. നേരെ മറിച്ച് അയക്കാം എന്നുള്ള അർത്ഥത്തിലല്ല. അല്ലാഹു തആല ഖുർആനിൽ അസ എന്ന് പറഞ്ഞിട്ടുള്ള അർത്ഥം നിർബന്ധം എന്നുള്ള അർത്ഥത്തിലാണ്, വാജിബ്. قال وقوله ومن الناس من يقول آمنا بالله فإذا أوذي في الله جعل فتنة الناس كعذاب الله ومن الناس من يقول آمنا بالله. ജനങ്ങളിൽ ചിലര് അവർ പറയും ആമന്ന ബില്ലാ, ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. ഫൈദാ ഊദിയ ഫില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ എന്തെങ്കിലും ഉപദ്രവങ്ങൾ അവർക്ക് നേരിട്ടാൽ, എന്തെങ്കിലും ഫിത്ന, പരീക്ഷണം അവർക്ക് വന്നാൽ, ജഅല ഫിത്നതൻ നാസി കഅദാബില്ലാ, ജനങ്ങളിൽ നിന്ന് അവർക്ക് നേരിട്ട ഉപദ്രവം അതിനവരെങ്ങനെയാണ് കണക്കാക്കുന്നത്? അത് അല്ലാഹുവിന്റെ അദാബാണെന്ന് അവർ കണക്കാക്കും. അത് അല്ലാഹു തആലയുടെ അദാബാണ് എന്നവര് കണക്കാക്കും. അല്ലാഹു തആല അദാബാക്കി മാറ്റും. أي من يقول آمنا بالله فإذا أوذي في الله أوذي أو أذب من أجل هذه الكلمة وهي آمنا بالله. അതായത് ആമന്ന ബില്ലാ, ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ ജനങ്ങളിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും ഉപദ്രവമോ എന്തെങ്കിലും അദാബോ ശിക്ഷയോ
അവർക്ക് നേരിട്ടാൽ ജനങ്ങളിൽ നിന്ന് തങ്ങൾക്ക് നേരിടുന്ന ആ പരീക്ഷണത്തെ, ആ ഉപദ്രവത്തെ അവർ കണക്കാക്കുന്നത് എങ്ങനെയാണ്? അത് അള്ളാഹുവിന്റെ അദാബാണ് എന്നവർ കണക്കാക്കും. فإذا أوذي في الله جعل فتنة الناس كعذاب الله. جعل فتنة الناس, അവിടെ ഫിത്ന എന്ന് പറഞ്ഞാൽ അർത്ഥം അദാബ് എന്നർത്ഥം. ഇവിടെ ഫിത്ന എന്ന് പറഞ്ഞാൽ അദാബ് എന്നർത്ഥം. അപ്പോൾ ജനങ്ങളിൽ നിന്ന് എന്തെങ്കിലും അദാബ് അവർക്ക് നേരിട്ടാൽ അവർ പറയും ഇത് അള്ളാഹുവിന്റെ ശിക്ഷയാണ്. എന്തിന്റെ പേരിൽ? ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ. ആമന്നാ ബില്ലാഹ്. അപ്പോൾ ജനങ്ങളിൽ അത്തരത്തിലുള്ള ആളുകളുണ്ട്. ആമന്നാ ബില്ലാഹ് എന്നവർ പറയും, പക്ഷേ ജനങ്ങൾ എന്തെങ്കിലും പരീക്ഷണം, എന്തെങ്കിലും ഒരു ഉപദ്രവം നേരിട്ടാൽ പറയും ഇത് അള്ളാഹുവിന്റെ ശിക്ഷയാണ്. طيب الفتنة هنا بمعنى العذاب وتأتي بمعنى الزيغ. ഫിത്ന എന്നുള്ള പദം സൈഗ് എന്നുള്ള അർത്ഥത്തിലും വന്നിട്ടുണ്ട്. الزيغ. فليحذر الذين يخالفون عن أمره أن تصيبهم فتنة أو يصيبهم عذاب أليم. അവിടെ ആയത്തിൽ പറഞ്ഞിട്ടുള്ള ഫിത്ന എന്ന് പറഞ്ഞാൽ അർത്ഥം സൈഗ് എന്നർത്ഥം, വഴിവഴക്ക്. فليحذر الذين يخالفون عن أمره أن تصيبهم فتنة. അതേപോലെ ശിർക്ക് എന്ന അർത്ഥത്തിലും ഫിത്ന വന്നിട്ടുണ്ട് ഖുർആനിൽ. حتى لا تكون فتنة. حتى لا تكون فتنة أي حتى لا تكون شرك. അതേപോലെ തന്നെ വേറൊരായത്ത് അദാബ് എന്ന് പറയുന്ന അർത്ഥത്തിൽ വന്നിട്ടുള്ള വേറൊരായത്താണ് ഇന്നല്ലദീന ഫത്തനുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ഐ ഇന്നല്ലദീന ഫത്തനുൽ മുഅ്മിനീൻ ഐ അസ്സബൂഹും. ഇന്നല്ലദീന അസ്സബുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെയും മുഅ്മിനത്തായ സ്ത്രീകളെയും ഉപദ്രവിക്കുന്നവർ, അവരെ ശിക്ഷിക്കുന്നവർ എന്നർത്ഥം. ഈ ആയത്തിനെ സംബന്ധിച്ച്, അതായത് വമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹ് ഫഇദാ ഊദിയ ഫില്ലാഹി ജഅല ഫിത്നത്തന്നാസി കഅദാബില്ലാഹ്. ഈ ആയത്തിനെ സംബന്ധിച്ച് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുകയാണ്, യഖൂലു തആല മുഖ്ബിറൻ അൻ സിഫാത്തി ഖൗമിൻ മിനൽ മുകദ്ദിബീൻ. ചില മുകദ്ദിബീങ്ങളായ, കളവ് പറയുന്ന കൗമിന്റെ സിഫത്തുകളെ കുറിച്ചിട്ടാണ് അല്ലാഹു തആല ഈ ആയത്തിൽ അറിയിച്ചു തരുന്നത്. അല്ലദീന യദ്ദഊന അൽ ഈമാൻ, അവർ ഈമാൻ അവകാശപ്പെടുന്നു. അല്ലാഹു തആല ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അവർ അവകാശപ്പെടുന്നു, മുഅ്മിനീങ്ങളാണെന്ന് അവർ അവകാശപ്പെടുന്നു. വലം യസ്ബത് ഫീ ഖുലൂബിഹിം, എന്നാൽ അവരുടെ ഹൃദയത്തിൽ അത് ഉറച്ചിട്ടില്ല. അവരുടെ ഹൃദയങ്ങളിൽ ഈമാൻ ഉറച്ചിട്ടില്ല. നേരെ മറിച്ച് അവർ പറയും ഞങ്ങൾ മുഅ്മിനീങ്ങളാണ്, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അത്തരത്തിൽ കളവ് പറയുന്ന ഒരു വിഭാഗം ആളുകളെ സംബന്ധിച്ചാണ് അല്ലാഹു തആല ഈ ആയത്തിൽ പറയുന്നത്. അവരുടെ സിഫത്താണ് എന്ത്? ഇദാ ജാഅത്ഹും മിഹ്ന ഔ ഫിത്ന ഫിദ് ദുനിയ, ദുനിയാവിൽ അവർക്ക് എന്തെങ്കിലും ഒരു പരീക്ഷണമോ എന്തെങ്കിലും ഒരു ശിക്ഷയോ ഉപദ്രവമോ അവർക്ക് വന്നു കഴിഞ്ഞാൽ അവരെന്താണ് വിശ്വസിക്കുന്നത്? ഇഅ്തഖദു അന്നഹാ മിൻ നിഖമത്തില്ലാ ബിഹിം, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അവർക്കെതിരെയുള്ള ശിക്ഷയാണ്, അല്ലാഹു തങ്ങളോട് കോപിച്ചിരിക്കുന്നു എന്നവർ വിശ്വസിക്കും. ഫർതദ്ദു അനിൽ ഇസ്ലാം, അങ്ങനെ ഇസ്ലാമിൽ നിന്ന് അവർ മുർത്തദായി പോകും. ഇസ്ലാമിൽ നിന്ന് ഇസ്ലാം ഉപേക്ഷിച്ച് മുർത്തദായി കൊണ്ട് അവർ പോകും. വഹൗലായി ഉനാസുൻ ആമനു ബില്ലാഹ് ലമ്മാ റഅൗ ഫിത്നതൻ നാസ് വഅദാബൻ നാസ് വഅദിയതൻ നാസ് ലഹും ഇബ്തഅദു അനിൽ ഈമാനി ബില്ലാഹ് വകഫറു ബില്ലാഹ് ബിസബബി അദിയത്തിൻ നാസ്. ആ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വസിച്ചു, പക്ഷേ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഫിത്ന അവർക്ക് നേരെ വന്നാൽ, എന്തെങ്കിലും ഉപദ്രവം അവർക്ക് നേരിട്ടാൽ അല്ലാഹു തആലയോടുള്ള ഈമാനിൽ നിന്ന് അവർ അകന്നു പോകും. ഇബ്തഅദു അനിൽ ഈമാൻ ബില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഈമാൻ, ആ ഈമാനിൽ നിന്ന് അവർ അകന്നു പോവുകയും വകഫറു ബില്ലാഹ് ബിസബബി അദിയത്തിൻ നാസ്, ജനങ്ങളുടെ ഈ ഉപദ്രവം കാരണത്താൽ അവർ കാഫിറുകളായി പോവുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഈ ആയത്തിലൂടെ ആക്ഷേപിക്കുകയാണ്. ജഅല ഫിത്നതൻ നാസി കഅദാബില്ലാഹ് ആതബഹും അന്നഹും ظنوا അന്ന ഫിത്നതൻ നാസ് കഅദാബില്ലാഹ്. ഇപ്പൊ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഈ ഉപദ്രവങ്ങൾ, ഈ പരീക്ഷണങ്ങൾ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവരെവിടെയാണ് അഭയം തേടുന്നത്? കുഫറിലാണ്. അവരഭയം തേടുന്നത് കുഫറിലാണ്. ഇപ്പൊ ജനങ്ങളുടെ ഉപദ്രവത്തിൽ നിന്നും ജനങ്ങളിൽ നിന്നുള്ള ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി, സുരക്ഷിതത്വത്തിന് വേണ്ടി അവര് കുഫറിൽ അഭയം തേടി.
അപ്പം അവിടെ അവരെന്താണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്? ജനങ്ങളുടെ ശിക്ഷയിൽ നിന്ന് അവർ സലാമത്ത് തേടി, പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷയിൽ നിന്ന് അവർക്ക് സലാമത്ത് ലഭിക്കുന്നതല്ല, സുരക്ഷിതത്വം ലഭിക്കുന്നതല്ല. ഫഖദ്ദമു സലാമ മിൻ ഫിത്നത്തിൻ നാസ് അല സലാമ മിൻ അദാബില്ലാഹ്. ജനങ്ങളുടെ ഫിത്നയിൽ നിന്ന് സലാമത്ത് നേടുക എന്നുള്ളതാണ് അവർ അള്ളാഹുവിന്റെ അദാബിൽ നിന്ന് സലാമത്ത് തേടുന്നതിനേക്കാളും മുൻഗണന നൽകിയത്. ഏതാണ് അതിൽ അശ്രദ്ധായിട്ടുള്ളത്? അള്ളാഹു തആലയുടെ അദാബാണ് കൂടുതൽ കഠിനമായത്. ലൗ അന്ന الناس عذبوك بشتى العذاب في الدنيا ما كان كعذاب الله. ജനങ്ങൾ മൊത്തമായും പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ, ശിക്ഷകൾ നിന്നെ ഏൽപ്പിച്ചാൽ പോലും, നിന്നെ ആ കാലത്ത് ഉപദ്രവിച്ചാൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അദാബുമായിക്കൊണ്ട് അത് സമമാകുന്നതല്ല. അള്ളാഹുവിന്റെ അദാബാണ് ഏറ്റവും കഠിനമായത്. അപ്പം അങ്ങനെ ആ കൗമ്, ആ ജനങ്ങൾ മറ്റ് ജനങ്ങളുടെ ശിക്ഷയിൽ നിന്ന് സുരക്ഷിതത്വത്തിന് വേണ്ടി അതിന് ആ സലാമത്തിന് അവർ മുൻഗണന നൽകി. ജനങ്ങളുടെ ശിക്ഷയിൽ നിന്ന് സുരക്ഷിതത്തിന് വേണ്ടി അവർ മുൻഗണന നൽകിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ ശിർക്ക് ചെയ്തു, കുഫ്ർ ചെയ്തു, മുർത്തദ്ദുകളായി പോയി. വലൗ അന്നഹും ഫഖിഹു വഅലിമു അന്ന അദാബല്ലാഹി അശദ്ദു ലമാ കഫറു ബില്ലാഹ്. നേരെ മറിച്ച് അള്ളാഹു തആലയുടെ അദാബാണ് ജനങ്ങളുടെ അദാബിനേക്കാളും അശദ്ദായത്, കഠിനമായത് എന്നവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ തീർച്ചയായും അവർ കുഫറിലാകുമായിരുന്നില്ല. ومن الناس من يقول آمنا بالله فإذا أوذي في الله جعل فتنة الناس كعذاب الله ولئن جاء نصر من ربك. നിന്റെ റബ്ബിൽ നിന്നുള്ള നസ്ർ, സഹായം വന്നിരുന്നുവെങ്കിൽ ലയഖൂലുന്ന ഇന്നാ കുന്നാ മഅകും. തീർച്ചയായും അവർ പറയും, തീർച്ചയായും ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്. അവലൈസല്ലാഹു ബിഅഅലമ ബിമാ ഫീ സുദൂരിൽ ആലമീൻ. ഈ ആലമീങ്ങൾ, ലോകത്തുള്ള മനുഷ്യരുടെ മൊത്തം ഹൃദയത്തിൽ എന്താണുള്ളത് എന്നതിനെപ്പറ്റി ഏറ്റവും നന്നായി അറിയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലേ. ഇവിടെ ഫിത്ന എന്ന് പറഞ്ഞാൽ അദാബ് എന്നർത്ഥം. അതുപോലെ തന്നെ ഇഖ്തിബാർ എന്നുള്ള അർത്ഥത്തിലും വരും, പരീക്ഷണം അല്ലെങ്കിൽ പരീക്ഷ. വഹുവ ഫിത്നത്തുൽ ഖബർ. ഫിത്നത്തുൽ ഖബർ എന്ന് പറഞ്ഞാൽ എന്താണ്? പരീക്ഷയാണ്. സുആലുൽ ഖബർ, ചോദ്യോത്തരങ്ങളാണ്, ചോദിക്കലാണ്. ഖബറല്ല, ചോദ്യം. അതാണ് ഫിത്നത്തുൽ ഖബർ. قال وعن أبي سعيد مرفوعا إن من ضعف اليقين. അബൂ സഈദ് റളിയല്ലാഹു അൻഹു മർഫൂആയി കൊണ്ടുള്ള ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഉയർത്തപ്പെട്ട ഹദീസ്. ഖാല ഇന്ന മിൻ ضعഫിൽ യഖീൻ. യഖീനിന്റെ ദുർബലതയിൽപ്പെട്ടതാണ്, ضعഫിൽപ്പെട്ടതാണ് അൻ തുർദിയൻ നാസ ബിസഖത്തില്ല. അല്ലാഹുവിനോട് അതൃപ്തിയിലായിക്കൊണ്ട് ജനങ്ങളെ തൃപ്തിപ്പെടുത്തുക. അല്ലാഹുവിനോടുള്ള അതൃപ്തിയിലായിക്കൊണ്ട് ജനങ്ങളെ തൃപ്തിപ്പെടുത്തുക. അത് യഖീനിന്റെ ളഅഫിനെ സൂചിപ്പിക്കുന്നതാണ്. വൻ തഹ്മദഹും അലാ റിസ്കില്ലാ. അല്ലാഹു തആല നൽകിയ റിസ്കിന്റെ പേരിൽ ജനങ്ങളെ സ്തുതിക്കുക. അല്ലാഹു തആല നൽകിയ റിസ്കിന്റെ പേരിൽ ജനങ്ങളെ ഹംദ് ചെയ്യുക, സ്തുതിക്കുക. വൻ തദുമ്മഹും അലാ മാ ലം യുഅതിക അല്ലാഹ്. അല്ലാഹു തആല നിനക്ക് നൽകാത്തൊരു കാര്യത്തിന്റെ പേരിൽ ജനങ്ങളെ ആക്ഷേപിക്കുക. അല്ലാഹു തആല നിനക്ക് റിസ്ക് നൽകിയില്ല, അതിന്റെ പേരിൽ മറ്റുള്ളവരെ ആക്ഷേപിക്കുക. ഇന്ന റിസ്ഖല്ലാഹി ലാ യജുറുഹു ഹിർസു ഹരീസിൻ വലാ യറുദ്ദുഹു കറാഹിയതു കാരിഹിൻ. തീർച്ചയായും അല്ലാഹുവിന്റെ റിസ്ക് അതിലെത്ര ഒരാൾ എത്ര താല്പര്യപ്പെട്ട് എന്തെല്ലാം പരിശ്രമിച്ചാലും ശരി, അവന് വന്നെത്തുന്നതല്ല അല്ലാഹു തആല ഉദ്ദേശിക്കാതെ. അതേപോലെ തന്നെ അതിനെ തടയാൻ, അതിനെ വെറുക്കുന്ന ആര് പരിശ്രമിച്ചാലും ശരി, അതിനെ തടഞ്ഞു വെക്കാനും ഒരാൾക്കും സാധിക്കുന്നതല്ല. وهذا الحديث فيه ضعف. ഈ ഹദീസിൽ ദുർബലതയുണ്ട്. റവാഹു അബൂ നുഐം ഫിൽ ഹില്യ വൽ ബൈഹഖി വഫി സിദ്ദി മുഹമ്മദ് ബിൻ മർവാൻ അസ്സിദ്ദി. ഈ ഹദീസിന്റെ സനദിൽ മുഹമ്മദ് ബിൻ മർവാൻ അസ്സിദ്ദി എന്ന് പറയുന്ന റിപ്പോർട്ടർ ഉണ്ട്. വഹുവ കദ്ദാബ് വൽ ഹദീസ് ദഈഫ്. ഹദീസ് ദഈഫാണ്. ലാകിൻ അഷ്ഷാഹിദ് മിൻഹു. പക്ഷേ ഈ ഹദീസിൽ ചില ഷാഹിദായ കാര്യങ്ങളുണ്ട്. അന്ന മിൻ ദഅഫിൽ യഖീൻ, അതായത് യഖീനിന്റെ ദുർബലതയിൽപ്പെട്ടതാണ്. എന്താണ് യഖീൻ എന്ന് പറഞ്ഞാൽ?
യഖീൻ എന്ന് പറഞ്ഞാൽ ദൃഢവിശ്വാസം എന്ന് പറയും. അപ്പോ അതിന്റെ ദുർബലതയിൽപ്പെട്ടതാണ് ഇർദാ ഉന്നാസ് ബിസഖത്തില്ല, അല്ലാഹു തആലയുടെ അതിർത്തിയിലായിക്കൊണ്ട് ജനങ്ങളെ തൃപ്തിപ്പെടുത്തുക. വഹാദാ ലാ യകൂനു ഇല്ലാ മിനൽ ഖൗഫ് മിനൻ നാസ്. എപ്പോഴാണ് സംഭവിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തൃപ്തി ഇല്ലെങ്കിലും പ്രശ്നമില്ല, ജനങ്ങളെ തൃപ്തിപ്പെടുത്തണം എന്നൊരാൾ വിചാരിച്ചിട്ട് അങ്ങനെയുള്ള പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന എപ്പോഴാണ്? ജനങ്ങളെ ഭയപ്പെടുമ്പോഴാണ്. وكثير من الناس يعرف الحق هذه الأيام يعرف الخير ويعرف الحق ويعرف الباطل. ഇന്ന് ഒരുപാട് ആളുകളെ സംബന്ധിച്ചുള്ള അവർക്ക് ഹക്ക് എന്താണെന്നറിയാം, അതേപോലെ തന്നെ ബാത്തിൽ എന്താണെന്നറിയാം, ഖൈർ എന്താണെന്നറിയാം. ولكن أعظم ما يبعده عن الخير وعن الحق هو الخوف من أذية الناس. ഇന്ന് ജനങ്ങളിൽ അധികം ആളുകളെയും ഹക്കിൽ നിന്ന് തടയുന്നത്, ഖൈറിൽ നിന്ന് തടയുന്നത് എന്താണ്? ജനങ്ങൾ തങ്ങളെ ഉപദ്രവിക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടാണ്. ജനങ്ങളെ ഭയപ്പെട്ടുകൊണ്ടാണെന്ന് പലരും ഹക്കിലേക്ക് വരാതെ മാറി നിൽക്കുന്നത്. ജനങ്ങൾ തന്നെ കുറിച്ച് തീവ്രതയുള്ള ആളാണെന്ന് പറയും, അല്ലെ അതുപോലെ തീവ്രവാദിയാണെന്ന് പറയും. അങ്ങനെയുള്ള ആരോപണങ്ങൾ ജനങ്ങളിൽ നിന്നുണ്ടാകുമെന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ധാരാളം ആളുകൾ ഹക്കിലേക്ക് വരാതെ, ഖൈറിലേക്ക് വരാതെ മാറി നിൽക്കുന്നത്. ഇവിടെ ജനങ്ങളെ ഭയപ്പെടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിയല്ല, നേരെ മറിച്ച് ജനങ്ങളുടെ തൃപ്തിയാണ് അവനോടെ ആഗ്രഹിക്കുന്നത്. അങ്ങനെ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആലയുള്ള ത്വാഅത്തിൽ നിന്നും അല്ലാഹുവിനുള്ള ഇബാദത്തിൽ നിന്ന് വരെ അവൻ അകന്നു പോകും, ജനങ്ങളെ തൃപ്തി തേടിക്കൊണ്ട്. ബൽ ബഅദുഹും ലാ യസ്തതി അൻ യുഹാഫിദ അല സ്വലാ ഫി വഖ്തിഹാ. അപ്പോൾ അവിടെ ജനങ്ങളെ തൃപ്തി തേടി അവസാനം 5 നേരത്തെ നമസ്കാരങ്ങൾ അതിന്റെ വക്തിൽ നമസ്കരിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥ വരും. ലിഅന്നഹും സയഖൂലൂൻ ഹാദാ മുത്തശദ്ദിദ്. അങ്ങനെ 5 നേരം ജമാഅത്തായി പള്ളിയിലൊക്കെ പോയി നമസ്കരിക്കുന്ന ആളെ സംബന്ധിച്ച് ജനങ്ങൾ പറയും മുത്തശദ്ദിദാണ്, തീവ്രതയുള്ള ആളാണ് എന്നൊക്കെ പറയും. അതേപോലെ തന്നെ മറ്റ് വാജിബായിട്ടുള്ള ഇബാദത്തുകൾ ചെയ്യുന്ന ആളെ സംബന്ധിച്ച് ജനങ്ങൾ പറയും. والناس هذه الأيام الذي يحافظ على الصلوات الخمس في أوقاتها يقولون فلان متشدد. 5 നേരത്തെ നമസ്കാരങ്ങൾ ഇന്ന് അതിന്റെ കറക്റ്റ് സമയത്ത് നിർവഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ജനങ്ങൾ പറയുന്നതാണ് ദീനിൽ തീവ്രതയുള്ള ആളാണ്. وتشدد على نفسه فلا يحافظ على الصلاة في وقتها ولذلك هذا من ضعف اليقين. അപ്പോൾ ജനങ്ങളുടെ തൃപ്തി തേടിക്കൊണ്ട്, ജനങ്ങളുടെ ഉപദ്രവം ഭയപ്പെട്ടുകൊണ്ട് അവരെന്താണ് ചെയ്യുന്നത്? ഹക്കിനെ സ്വീകരിക്കുന്നില്ല, അല്ലെങ്കിൽ ഖൈറിനെ സ്വീകരിക്കുന്നില്ല. തീർച്ചയായും അത് ആ വ്യക്തിയുടെ യഖീനിന്റെ ദുർബലതയാണ്. യഖീൻ എന്ന് പറഞ്ഞാൽ ഹുവൽ ഈമാനു ബിഇൽമിൻ, ഇൽമോട് കൂടിയിട്ടുള്ള ഈമാൻ, അതാണ് യഖീൻ. ഇൽമോട് കൂടിയ ഈമാൻ, അതിനാണ് യഖീൻ എന്ന് പറയാം. ആ യഖീൻ ദുർബലമായി കഴിഞ്ഞാൽ തീർച്ചയായും അവനെന്ത് ചെയ്യും? ജനങ്ങളെ ഭയപ്പെടും. അപ്പൊ യഖീൻ എന്ന് പറഞ്ഞാൽ ഇൽമോട് കൂടിയിട്ടുള്ള ഈമാനാണ്. ഒരു വ്യക്തിയുടെ ഇൽമ്, ഈമാനിന്റെ കാര്യത്തിൽ ഒരു വ്യക്തിയുടെ ഇൽമ് എത്ര കണ്ട് വർദ്ധിക്കുന്നുവോ അത്ര കണ്ട് വ്യക്തിയുടെ യഖീനും വർദ്ധിക്കും. കുല്ലമാ കസുറ ഇൽമുക ഫിൽ ഈമാൻ, ഈമാനിന്റെ കാര്യത്തിൽ നിന്റെ ഇൽമ് വർദ്ധിക്കുന്തോറും കുല്ലമാ കുൻത മിൻ അസ്ഹാബിൽ യഖീൻ, നീ യഖീനിന്റെ ആളുകളിൽ പെട്ടവനായി തീരും. ولذلك لما جاء رجل فقال يا رسول الله, ഒരു വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നുകൊണ്ട് പ്രകാരം പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്ന ഹംദി സൈനുൻ വ ഇന്ന ദമ്മി ഷൈനുൻ. ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാക അല്ലാഹു അസ്സ വജൽ. ഒരു അറാബിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നുകൊണ്ട് പ്രകാരം പറഞ്ഞു, ഇന്ന ഹംദി സൈനുൻ, തീർച്ചയായും എന്റെ ഹംദ് സൈനാണ്, അലങ്കാരം. ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇന്നനി ഇദാ മദഹ്തു അഹദൻ, ഞാൻ ആരെങ്കിലും പുകഴ്ത്തിയാൽ ഫഖദ് നാല ശറഫ മദ്ഹി വ സനാഇ അലൈഹി, തീർച്ചയായും എന്റെ മദ്ഹും അതുപോലെ എന്റെ ആ വ്യക്തിയുടെ നേരെയുള്ള സനാവും പുകഴ്ത്തലും സ്തുതിയും കാരണത്താൽ അവൻ ജനങ്ങൾക്കിടയിൽ സ്തുതിക്കപ്പെട്ടവനായിത്തീരും. ഫാനദു മക്കാനത്തിൻ ഫീ ഖൗമി, ഞാൻ എന്റെ ഖൗമിൽ ഒരു ദറജയുള്ളവൻ, ഒരു സ്ഥാനമുള്ളവനാണ്, സമുദായത്തിൽ ഉന്നതമായ സ്ഥാനമുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് ഞാനൊരു വ്യക്തിയെ പുകഴ്ത്തി കഴിഞ്ഞാൽ ജനങ്ങൾ മൊത്തം അവനെ പുകഴ്ത്തും. വഇന്ന ദമ്മി ഷൈനുൻ,
വൈദാ ദമംതു അഹദ, ഞാൻ ആരെങ്കിലും ആക്ഷേപിച്ചാൽ ഫഖദ് നാലഹു മിനസ്സൂഇ മാ യക്ഫി, തീർച്ചയായും അവൻ ജനങ്ങൾക്കിടയിൽ മോശക്കാരനായിത്തീരും. കാരണം ജനങ്ങളുടെ കൗമിന്റെ ഇടയിൽ സ്ഥാനമാനമുള്ള വ്യക്തിയായതുകൊണ്ട് ഞാൻ ആരെയാണോ ആക്ഷേപിച്ചത്, ഇകഴ്ത്തിയത്, തീർച്ചയായും ജനങ്ങൾ അവൻ ഇകഴ്ത്തും എന്ന് ഒരു അറാബി റസൂലിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി, ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാകല്ലാഹു അസ്സ വജൽ, അത് അല്ലാഹു തആലക്ക് മാത്രമുള്ളതാണ്. അതായത് ഇന്നല്ലദീ യത്തസിഫു ബിഹാതൈനി സിഫതൈൻ, ഈ രണ്ട് പറയപ്പെട്ട സിഫത്തുകളുണ്ടല്ലോ, അത് ആരെ ഞാൻ ഹംദ് ചെയ്തോ മദ്ഹ് ചെയ്തോ അവൻ ജനങ്ങൾക്കിടയിൽ സ്തുതിക്കപ്പെട്ടവനാവും, ഞാൻ ആരെ മോശക്കാരനാക്കി അവൻ ജനങ്ങൾ മോശക്കാരനാക്കും. ഈ പറഞ്ഞ രണ്ട് സിഫത്തുകളും അല്ലാഹു തആലക്ക് മാത്രമുള്ളതാണ്. യത്തസിഫു ഇന്നല്ലദീ യത്തസിഫു ബിഹാതൈനി സിഫതൈൻ ഹുവ അല്ലാഹു അസ്സ വജല്ല വഹ്ദഹു ഫഹുവ സുബ്ഹാനഹു ഫഖദ് മൻ മദഅഹു സൈനുൻ വദമ്മുഹു ഷൈനുൻ വമൻ മദഅഹു അല്ലാഹു ഫഹുവൽ മംദൂഹ് ഹഖൻ, ആരെ അല്ലാഹു തആല മദ്ഹ് ചെയ്തോ പുകഴ്ത്തിയോ തീർച്ചയായും അവനാണ് യഥാർത്ഥത്തിൽ പുകഴ്ത്തപ്പെട്ടവൻ. വമൻ ദമ്മഹു അല്ലാഹു ഫഹുവൽ മദ്മൂമു ഹഖൻ, ഇനി ആരെ അല്ലാഹു തആല ആക്ഷേപിച്ചോ തീർച്ചയായും അവനാണ് യഥാർത്ഥത്തിൽ ആക്ഷേപിക്കപ്പെട്ടവൻ. അപ്പൊ ഈ രണ്ട് സിഫത്തും അല്ലാഹു തആലക്ക് മാത്രമുള്ളതാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജാഹിലിയത്തിലുണ്ടായിരുന്ന ഈ ഒരു വിശ്വാസം അതിനെ തസ്ഹീഹ് ചെയ്യുകയാണ് ഈ പറയുന്ന ഹദീസിൽ. അപ്പൊ ജനങ്ങളുടെ ആക്ഷേപം ഭയപ്പെട്ടുകൊണ്ട് ഹക്കിനെ സ്വീകരിക്കാൻ, ഖൈറിലേക്ക് അതിനെ സ്വീകരിക്കാൻ തയ്യാറാകാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഒരു മറുപടി കൂടിയാണിത്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെ പുകഴ്ത്തിയോ അവനാണ് യഥാർത്ഥത്തിൽ പുകഴ്ത്തപ്പെട്ടവൻ, നേരെ മറിച്ച് ജനങ്ങളല്ല. ജനങ്ങൾ ആരെ ആക്ഷേപിച്ചോ അവൻ ജനങ്ങൾക്കിടയിൽ യഥാർത്ഥത്തിൽ ആക്ഷേപിക്കപ്പെട്ടവൻ അവനല്ല, നേരെ അല്ലാഹു തആല ആരെയാണോ ആക്ഷേപിച്ചിട്ടുള്ളത് അവനാണ് യഥാർത്ഥത്തിൽ ആക്ഷേപിക്കപ്പെട്ടവൻ. وهكذا علم ابن عباس هذه العقيدة الطيبة وقال ഈ മഹത്തായിട്ടുള്ള അഖീദ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഇപ്രകാരമാണ് പഠിച്ചിട്ടുള്ളത്. فقال احفظ الله يحفظك احفظ الله تجده تجاهك, നീ അല്ലാഹു തആലയെ സംരക്ഷിക്കുകയെങ്കിൽ അല്ലാഹു തആല നിന്നെ സംരക്ഷിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നിന്റെ മുന്നിലായി കണ്ടെത്താൻ സാധിക്കും. ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹു തആലയോട് ചോദിക്കുക. വഇദാ ഇസ്തഅൻത ഫസ്തഈൻ ബില്ലാഹ്, നീ സഹായദാനം തേടുകയാണെങ്കിൽ അല്ലാഹു തആലയോട് സഹായം തേടുക. വഅലം അന്നൽ ഉമ്മത ലൗ ഇസ്തമഉ അലാ അൻ യൻഫഉക ബിശൈഇൻ ലൻ യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്, ഈ ഉമ്മത്ത് മൊത്തമായി കൊണ്ട് നിനക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ ഒരുമിച്ച് കൂടിയാൽ പോലും അവർക്ക് യാതൊരു ഉപകാരവും ചെയ്യാൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്കെന്താണോ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതല്ലാതെ. വലൗ ഇസ്തമഉ അലാ യദുറുക ബിശൈഇൻ ലൻ യദുറുക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക്, ഇനി ഉമ്മത്ത് മുഴുവനും നിനക്ക് ഉപദ്രവം ചെയ്യാൻ ഒരുമിച്ച് കൂടിയാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്കെതിരായി എന്താണോ രേഖപ്പെടുത്തിയിട്ടുള്ളത് ആ ഒരു ഉപദ്രവം അല്ലാതെ മറ്റൊന്നും ചെയ്യാൻ അവർക്ക് സാധിക്കുന്നതല്ല. റുഫിഅത്തിൽ അഖ്ലാം വജഫത്തിസ് സുഹഫ്, ഇതാണ് നമ്മുടെ സലഫുകളുടെ അഖീദ. അതുകൊണ്ട് നമ്മുടെ ഖൽബിനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രമായി കൊണ്ട് ബന്ധിപ്പിക്കുക. വനത്ലുബൽ ഖൈർ മിനല്ലാഹി വഹ്ദഹു, അല്ലാഹു തആലയിൽ മാത്രം ഖൈർ തേടുക. അതുപോലെ തന്നെ വന്നഫ്, ഉപകാരവും, വസ്സനാ, അതുപോലെ മദ്ഹ്, വരിഫഅ, ഉയർച്ച, എല്ലാം അല്ലാഹു തആലയിൽ നിന്ന് മാത്രമാണ്. വന്നഫ് വസ്സനാ വരിഫഅ മിനല്ലാഹി അസ്സ വജല്ല ഫഖദ്. വഅല്ലാ നഖാഫു ഇല്ലാ മൻ ഗദിബ അല്ലാഹു വസഖ ഇല്ലാ മിൻ ഗദബില്ലാഹി വസഖതിഹി വഇഖാബിഹി, അപ്പോൾ ഭയപ്പെടേണ്ടത് അല്ലാഹു തആലയുടെ അദാബിനെയും അവന്റെ വെറുപ്പിനെയും അവന്റെ ശിക്ഷയെയും മാത്രമാണ് ഭയപ്പെടേണ്ടത്. അമ്മന്നാസ് ലാ യസ്തതിഊന തഖ്ദീം ഷൈ വലാ തഖീർ ഷൈ, എന്നാൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു കാര്യത്തെ മുന്തിക്കാനോ എന്തെങ്കിലും ഒരു കാര്യത്തെ പിന്തിപ്പിക്കാനോ സാധിക്കുന്നതല്ല. നേരെ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് കാര്യങ്ങളെ മുന്തിപ്പിക്കുകയും പിന്തിപ്പിക്കുകയും ചെയ്യുന്നത്. അല്ലാഹു വൽ മുഖദ്ദിം വൽ മുഅഖിർ, വൽ മുഖദ്ദിം വൽ മുഅഖിർ ഹത്ത റിസ്ഖ് ബിയദില്ലാഹ്, റിസ്ക് ആണെങ്കിൽ പോലും അത് അല്ലാഹു തആലയുടെ കൈകളിലാണ്. ലാ യസ്തതിഉ അന്നാസ് തഖീറ റിസ്ഖൻ തർഫത ഐൻ വലാ തഖ്ദീമഹു തർഫത ഐൻ, റിസ്കിന്റെ കാര്യത്തിൽ ജനങ്ങൾ ഒരാൾക്കും തന്നെ അതിനെ ഒരു കൺചിമെന്ന് അത്ര പോലും പിന്തിപ്പിക്കാനോ അത്ര പോലും മുന്തിപ്പിക്കാനോ അവർക്ക് സാധിക്കുന്നതല്ല. റിസ്ഖു ബിയദില്ലാഹ് സുബ്ഹാനഹു വ തആല ഹുവൽ മുഖദ്ദിം വൽ മുഅഖിർ, അല്ലാഹു തആലയാണ് മുന്തിപ്പിക്കുന്നവനും പിന്തിപ്പിക്കുന്നവനും. طيب قال رحمه الله وعن عائشة رضي الله عنها أن رسول الله صلى الله عليه وسلم قال
മൻ ഇൽതമസ റിദല്ലാഹി ബിസഖത്തിന്നാസ്, ജനങ്ങളുടെ അതൃപ്തിയിലായിക്കൊണ്ട്, ജനങ്ങളുടെ അതൃപ്തിയിലായിക്കൊണ്ട് ആര് അള്ളാഹുവിന്റെ തൃപ്തി തേടിയോ, മൻ ഇൽതമസ റിദല്ലാഹി ബിസഖത്തിന്നാസ്, ജനങ്ങളുടെ അതൃപ്തിയിലായിക്കൊണ്ട്, ജനങ്ങളുടെ വെറുപ്പ് സമ്പാദിച്ചുകൊണ്ട് ആര് അള്ളാഹുവിന്റെ തൃപ്തി തേടിയോ, റളിയല്ലാഹു അൻഹു വറള അൻഹുന്നാസ്, അല്ലാഹു തആല തീർച്ചയായും അവനെ തൃപ്തിപ്പെട്ടു, അവനെ തൊട്ട് ജനങ്ങളും തൃപ്തിപ്പെട്ടു. വമൻ ഇൽതമസ റിദന്നാസ് ബിസഖത്തില്ലാ, അള്ളാഹുവിന്റെ വെറുപ്പ് തേടിക്കൊണ്ട് ആര് ജനങ്ങളുടെ തൃപ്തി തേടിയോ, അള്ളാഹുവിന്റെ വെറുപ്പിലായിക്കൊണ്ട് ആര് ജനങ്ങളുടെ തൃപ്തി തേടിയോ, സഖിതല്ലാഹു അലൈഹി, അല്ലാഹു തആല അവനെ വെറുത്തു, വസ്ഖത അലൈഹിന്നാസ്, ജനങ്ങളും അവന്റെ മേലെ വെറുത്തു. റവാഹു ഇബ്നു ഹിബ്ബാൻ ഫി സഹീഹി. وهذا الحديث صحيح وصححه شيخنا يحيى حفظه الله بشواهد الأصول. فلا ينبغي للعبد أن يخاف من غير الله ولا كذلك يرضي الناس بسخط الله. الله سبحانه وتعالى വെറുപ്പിച്ചു, അള്ളാഹു തആലയുടെ വെറുപ്പിലായിക്കൊണ്ട് ജനങ്ങളുടെ തൃപ്തി തേടുക എന്നുള്ളത് പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കോപമായിക്കൊണ്ട് ജനങ്ങളെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് പാടില്ല. വമനില്ലദീന യുർദൂന അന്നാസ് ബിസഖത്തിൽ, അള്ളാഹു തആലയുടെ വെറുപ്പിലായിക്കൊണ്ട് ജനങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന വിഭാഗങ്ങൾ മുസ്ലിം ഉമ്മത്തിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വെറുപ്പിലായിക്കൊണ്ട്, കോപത്തിലായിക്കൊണ്ട് ജനങ്ങളെ തൃപ്തിപ്പെടുത്തുക. ഇത്തരത്തിലുള്ള ആളുകൾ അസ്ഹാബു ദിമോക്രാത്തിയ, അസ്ഹാബുൽ ഇന്തിഖാബാത്ത്, ഇലക്ഷന്റെ അതുപോലെ തന്നെ ജനാധിപത്യത്തിനൊക്കെ ആളുകൾ, വസ്ഹാബുൽ ഹിസ്ബിയാത്ത് വൽ ജംഇയ്യാത്ത്, സംഘടനയുടെ ആളുകൾ, ഹിസ്ബിയത്തിന്റെ ആളുകൾ, വസ്ഹാബുൽ ബിദഅത്തിന്റെ ആളുകളൊക്കെ അവരിൽപ്പെട്ടതാണ്. അവർ ജനങ്ങളെ തൃപ്തിയാണ് തേടുന്നത്, നേരെ മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുപ്പിനെ അവർ കാര്യമാക്കുന്നില്ല. അള്ളാഹുവിന്റെ വെറുപ്പിലായിക്കൊണ്ട് അവര് അള്ളാഹുവിന്റെ വെറുപ്പ് സമ്പാദിച്ചുകൊണ്ട് ജനങ്ങളെ തൃപ്തി അവർ തേടും. വഖൗലുഹു വമൻ ഇൽതമസ റിദല്ലാഹി ബിസഖത്തിന്നാസ്, ഇനി ജനങ്ങളുടെ വെറുപ്പ് സമ്പാദിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി തേടുന്നവർ, ജനങ്ങളുടെ വെറുപ്പ് സമ്പാദിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി തേടുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം ജനങ്ങൾക്ക് വെറുപ്പുണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും തേടി പിടിച്ച് ചെയ്യണം എന്നല്ല. എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് വെറുപ്പുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. ഇദാ റഅയ്ത അന്നക സതുർദില്ല ബിദൂനി സഖത്തിന്നാസ് ഫഹാദാ അഫ്ദൽ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന ഒരു കാര്യം അതോടൊപ്പം അത് ജനങ്ങളുടെ വെറുപ്പില്ലാതെ നിനക്ക് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അതാണ് അഫ്ദൽ. ഒരേ സമയം അല്ലാഹു സുബ്ഹാനഹു തൃപ്തി എന്തായാലും വേണം, അതോടൊപ്പം ജനങ്ങളും കൂടി തൃപ്തിപ്പെടുന്നതാണെങ്കിൽ അത് ആണ് അഫ്ദലായിട്ടുള്ളത്. വൈദാ റഅയ്ത അന്ന ഹാദൽ അംറ ഫീ തആത്തിൽ, അപ്പോൾ ഒരു കാര്യം അള്ളാഹുവിനോടുള്ള തആത്താണ്, അല്ലാഹു തആലയോടുള്ള ഒരു ഇബാദത്താണ് ഒരു കാര്യം. എന്നാൽ അതേസമയം ജനങ്ങൾ അതിനെ വെറുക്കുകയും ചെയ്യുന്നു, ജനങ്ങൾ അത് ചെയ്യുന്നതിനെ വെറുക്കുകയും ചെയ്യുന്നു. വതകൂനുൽ മഫ്സദ അക്ബർ, അങ്ങനെ ആ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ മഫ്സദത്താണ് ഏറ്റവും വലുത്, മസ്ലഹത്തിനേക്കാളും കൂടുതൽ മഫ്സദത്താണ്. അതായത് അതുകൊണ്ടുള്ള ഫസാദ്, കുഴപ്പമാണ് ഉപകാരത്തെക്കാളും ഗുണത്തെക്കാളും കൂടുതലെങ്കിൽ വഇൻദക തആഅത്തുൻ ഉഖ്റ, നിനക്ക് ആ തആഅത്തല്ലാതെ മറ്റൊരു തആഅത്ത് ചെയ്യാനും സാധിക്കുമെങ്കിൽ തഅമൽ ബിഹ, ആ മറ്റേ തആഅത്താണ് ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് ലൗ ദഹബ്ത സല്ല ബിന്നിആൽ ഫീ ഖറിയതിക്, നിന്റെ ഗ്രാമത്തിൽ ഒരു പള്ളിയിൽ കയറിയിട്ട് നീ ചെരുപ്പിട്ടുകൊണ്ട് നമസ്കരിക്കുകയാണ്, ചെരുപ്പ് ധരിച്ചുകൊണ്ട് നമസ്കരിക്കുകയാണ്. എന്നിട്ട് നീ പറയാണ് ജനങ്ങളുടെ വെറുപ്പ് സമ്പാദിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി തേടണം നിർബന്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നീ ചെരുപ്പിട്ടുകൊണ്ടാണ് നമസ്കരിക്കുന്നതെങ്കിൽ അതായത് ജനങ്ങളുടെ വെറുപ്പ് സമ്പാദിക്കണം, അതോടൊപ്പം അള്ളാഹുവിന്റെ തൃപ്തിയും തേടണം, അത് നിർബന്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് നീ അവിടെ ചെരുപ്പിട്ട് നമസ്കരിക്കുകയാണെങ്കിൽ അതെന്താണ്? തെറ്റാണ്. ചില ആളുകളെ സംബന്ധിച്ചുള്ള അവർ മനസ്സിലാക്കിയിട്ടുള്ളത്, ഈ ഹദീസിനെ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അതായത് ജനങ്ങളുടെ വെറുപ്പ് എന്തായാലും സമ്പാദിക്കണം, അതോടൊപ്പം അള്ളാഹുവിന്റെ തൃപ്തിയും തേടണം. അങ്ങനെയല്ല.
المعنى أنك ترضي الله ولو سخط الناس خاصة فيما إذا كانت عبادة واجبة. ഇവിടെ ഈ ഹദീസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിയിലായിക്കൊണ്ട് ഇനി ജനങ്ങളുടെ തൃപ്തി അതിലില്ലെങ്കിലും ജനങ്ങൾ അതിനെ വെറുത്താലും ശരി ആ കാര്യം നിനക്ക് ചെയ്യാം, പ്രത്യേകിച്ച് ആ കാര്യം വാജിബാണ്. ആ കാര്യം വാജിബായൊരു ഇബാദത്താണെങ്കിൽ, ഫർദായൊരു ഇബാദത്താണെങ്കിൽ അത് നിന്റെ മേലെ വാജിബാണ്. അവിടെ നീ ജനങ്ങളുടെ വെറുപ്പ് നോക്കേണ്ടതില്ല. അവിടെ അല്ലാഹു സുബ്ഹാനഹു തൃപ്തി മാത്രം നോക്കിയാൽ മതി. നേരെ മറിച്ച് അതല്ലാത്ത വാജിബല്ലാത്ത മറ്റ് ഇബാദത്തുകളും ത്വാഅത്തുകളുമാണെങ്കിൽ അവിടെ ജനങ്ങളുടെ വെറുപ്പ് സമ്പാദിച്ചുകൊണ്ട് നീ ആ ത്വാഅത്ത് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പ്രത്യേകിച്ച് അങ്ങനെ ചെയ്താൽ അതിന്റെ കുഴപ്പങ്ങൾ ഗുണത്തെക്കാളും ഉപകാരത്തെക്കാളും കൂടുതലാണെങ്കിൽ. അതേപോലെ തന്നെ അംരിൽ ബിദ്അത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ ജനങ്ങൾ നിന്നെ നിർബന്ധിക്കുകയാണ് ഒരു ബിദ്അത്ത് ചെയ്യാൻ. ഇപ്പൊ നബിദിനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ജനങ്ങൾ നിന്നെ നിർബന്ധിക്കുകയാണ്. ആ ഒരു സന്ദർഭത്തിൽ വൈലാസൂനാലേക്ക് നീ ചെയ്തിട്ടില്ലെങ്കിൽ ജനങ്ങൾ മൊത്തം നിന്നെ വെറുക്കും. ജനങ്ങൾ മൊത്തം നിന്നെ വെറുക്കും എന്നൊരവസ്ഥയാണെങ്കിൽ അലൈക്കാൻ തുറന്നില്ല സുബ്ഹാനഹു വ തആല. ആ അവസ്ഥയിൽ നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തൃപ്തിപ്പെടുത്തുകയാണ് വേണ്ടത്. അവിടെ ജനങ്ങളുടെ വെറുപ്പിനെ നീ പരിഗണിക്കരുത്. നേരെ മറിച്ച് ചെരുപ്പിട്ട് നമസ്കരിക്കുന്ന കാര്യത്തിലാണെങ്കിൽ നിനക്ക് ചെരുപ്പില്ലാതെ നമസ്കരിക്കാം. അവിടെയും അള്ളാഹുവിനുള്ള ത്വാഅത്ത് നിറവേറ്റപ്പെടും. അവിടെ ജനങ്ങളുടെ വെറുപ്പ് സമ്പാദിക്കണം എന്നൊരു നിബന്ധനയില്ല. അതല്ല ഈ ഹദീസിന്റെ ഉദ്ദേശം. ഇപ്പൊ ചെരുപ്പില്ലാതെ നമസ്കരിക്കുക എന്ന് പറയുന്നത് എന്താണ്? സുന്നത്താണ്. ചെരുപ്പിട്ട് നമസ്കരിക്കൽ സുന്നത്താണ്. അതുപോലെ ചെരുപ്പില്ലാതെ നമസ്കരിക്കലും സുന്നത്താണ്. അപ്പൊ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ രണ്ട് മഫ്സദകൾ വരുമ്പോൾ ഏറ്റവും വലിയ മഫ്സദ സ്വീകരിക്കുകയും രണ്ട് മസ്ലഹത്തുകൾ വരുമ്പോൾ ഏറ്റവും ചെറിയ മസ്ലഹത്തിനെ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് യഥാർത്ഥത്തിൽ എന്തല്ല, എന്തിനു വേണ്ടിയിട്ട്? ജനങ്ങളുടെ വെറുപ്പ് സമ്പാദിക്കാൻ വേണ്ടി ചെയ്യാന്നുള്ളത് ഇബാദത്തല്ല. രണ്ട് കുഴപ്പങ്ങളുണ്ട്. അതിലൊരു കുഴപ്പം ഏറ്റവും വലിയ കുഴപ്പമാണ്. ആ കുഴപ്പത്തെ സ്വീകരിക്കുക. അതേപോലെ രണ്ട് മസ്ലഹത്ത് വരുന്നു. ഏറ്റവും ചെറിയ മസ്ലഹത്തിനെ സ്വീകരിക്കുക. എന്തിനു വേണ്ടി? ജനങ്ങളുടെ വെറുപ്പ് സമ്പാദിക്കാൻ വേണ്ടി. അത് ഇബാദത്തിൽ പെട്ടതല്ല. ഖശിയത്തും ഖൗഫും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഖൗഫ് എന്ന് പറഞ്ഞാൽ അത് കൽബിന്റെ രക്ഷപ്പെടലാണ്. അതൊരു ജാഹിലിൽ നിന്ന് സംഭവിക്കാം, ഒരു ആലിമിൽ നിന്നും സംഭവിക്കാം. അൽ ഖശിയ തകൂനു മിൻ ആലിം ഫഖത്ത്. ഒരു ആലിമിൽ നിന്ന് മാത്രമേ ഖശിയ ഉണ്ടായിരിക്കുള്ളൂ. അതായത് ഇൽമോട് കൂടിയിട്ടുള്ള ഖൗഫ്, അതിനാണ് ഖശിയ എന്ന് പറയാം. والخوف قد يكون من جاهل ومن غير الجاهل لكن عند العالم خوف وخشية. എന്നാൽ ഒരു ആലിമിൽ നിന്ന് ഖൗഫ് ഉണ്ടാകാം, ഖശിയയും ഉണ്ടാകും. അമ്മൽ ജാഹിൽ ലൈസ ഇൻദഹു ഇല്ലാ ഖൗഫുൻ മാ ഇൻദഹു ഖശിയ. ഒരു ജാഹിലിനെ സംബന്ധിച്ചിടത്തോളം അവന് ഖൗഫ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ, ഖശിയത്ത് ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആയത്തുകളിൽ ജനങ്ങളെ ഭയപ്പെടുന്ന, ഏതുപോലെ അള്ളാഹുവിനെ ഭയപ്പെടുന്നത് പോലെ ജനങ്ങളെ ഭയപ്പെടുന്ന ആളുകളെ ആക്ഷേപിച്ചിട്ടുള്ളത്. അലം തറ ഇലല്ലദീന ഖീല ലഹും കുഫു അയ്ദിയകും വഅഖീമുസ് സ്വലാത വആതുസ് സകാത ഫലമ്മാ കുതിബ അലൈഹിമുൽ ഖിതാൽ ഇദാ ഫരീഖും മിൻഹും യഖ്ശൗന അന്നാസ കഖശിയത്തില്ലാ യഖ്ശൗന അന്നാസ് കഖശിയത്തില്ലാ. അതായത് അവരോട് യുദ്ധത്തിന് വേണ്ടി അവരെ മേലെ യുദ്ധം നിർബന്ധമാക്കപ്പെടുമ്പോൾ അവരൊരു വിഭാഗം എന്താണ് ചെയ്യുന്നത്? യഖ്ശൗന അന്നാസ്, അവർ ജനങ്ങളെ ഭയപ്പെടുന്നു, ശത്രുക്കളെ ഭയപ്പെടുന്നു. ഏതുപോലെ? കഖശിയത്തില്ല, അള്ളാഹുവിനെ ഭയപ്പെടുന്നത് പോലെ. അള്ളാഹുവിനെ ഭയപ്പെടുന്നത് പോലെ മറ്റുള്ളവരെ ഭയപ്പെടുന്നു. വഹാദാ മുശ്രിക്, ശിർക്കൻ അക്ബർ. ഏതുപോലെ? അള്ളാഹു തആലയെ ഇഷ്ടപ്പെടുന്നത് പോലെ മറ്റുള്ളവരെ ഇഷ്ടപ്പെടുന്നത് പോലെ. അള്ളാഹു തആലയോട് മഹബത്ത് പോലെ തന്നെ മറ്റുള്ളവരോട് മഹബത്തായി കഴിഞ്ഞാൽ എന്താണ്? ശിർക്കാണ്, മഹബത്തിലുള്ള ശിർക്കാണ്. അതുപോലെ തന്നെയാണ് ഖശിയത്തിലുള്ള ശിർക്ക് അല്ലെങ്കിൽ ഖൗഫിലുള്ള ശിർക്ക്. അള്ളാഹു തആലയെ ഭയപ്പെടുന്നത് പോലെ മറ്റെന്തിനെങ്കിലും ഭയപ്പെടുക, അത് ശിർക്കാണ്. ഫല്ലദീ യഖ്ശന്നാസ് കഖശിയത്തില്ലാ കല്ലദീ യുഹിബ്ബുന്നാസ് കഹുബ്ബില്ലാ. മുശ്രിക്. അള്ളാഹു തആലയെ ഇഷ്ടപ്പെടുന്നത് പോലെ മറ്റുള്ളവരെ ഇഷ്ടപ്പെടുന്നതും അള്ളാഹു തആല ഭയപ്പെടുന്നത് പോലെ മറ്റുള്ളവരെ ഭയപ്പെടുന്നതും ശിർക്കാണ്, അവ മുശ്രിക്കാണ്. ഫല്ലദീ യഖ്ശന്നാസ് കഖശിയത്തില്ലാ കല്ലദീ യുഹിബ്ബുന്നാസ് കഹുബ്ബില്ലാ ഹദാ മുശ്രിക്. തയ്യിബ്. ഹുനാക അഖ്സാമുൽ ഖൗഫ്. ഖൗഫിന്റെ ചില ഇനങ്ങൾ. ഒന്നാമത്തേത് അൽ ഖൗഫു ശിർക്ക്, ശിർക്കാകുന്ന ഭയം.
വഹുവൽ ഖൗഫു മിനൽ ഔസാൻ വൽ അൻദാദ് വൽ അസ്നാം വൽ ഖുബൂർ വൽ ഔലിയാ അന്നഹാ തദുർ വഹാദൽ ഖൗഫു ശിർക്കുൻ. അതായത് ബിംബങ്ങളും വിഗ്രഹങ്ങളും ഖബറുകളും ഔലിയാക്കളും തങ്ങൾക്ക് ഉപദ്രവം വരുത്തുമെന്ന് ഭയപ്പെടുക, ആ ഭയം ശിർക്കാണ്. അതാണ് ശിർക്കിന്റെ ഒരു ഖൗഫ്. അൽ ഖൗഫ് ശിർക്ക്. രണ്ടാമത്തത് ജനങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് ഒരു മനുഷ്യൻ അവന്റെ മേലെ വാജിബായ ഒരു കാര്യത്തെ ഉപേക്ഷിക്കുന്നു. ജനങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് ഒരു മനുഷ്യൻ അവന്റെ മേലെ വാജിബായ ഒരു കാര്യത്തെ ഉപേക്ഷിക്കുന്നു. ആ ഭയം എന്ന് പറയുന്നത് എന്താണ്? കുഫ്റാണ്. ലാകിന്നഹു അദ്നാ മിനൽ അവ്വൽ. ആദ്യം പറഞ്ഞ കുഫറിനേക്കാളും താഴ്ന്ന ദറജയിലാണ്. ഈ രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തത് ശിർക്കാണ്. അള്ളാഹു അല്ലാത്തവരെ, ഔസാൻ, ബിംബങ്ങളെ, വിഗ്രഹങ്ങളെ, ഖബറുകളെ, ഖബറിലെ ഔലിയാക്കളെ അവർ ഉപദ്രവിക്കുമെന്ന് ഭയപ്പെടുക, അവർക്ക് ഉപദ്രവം ചെയ്യാൻ സാധിക്കുമെന്ന് ഭയപ്പെടുക, അത് ശിർക്കാണ്. രണ്ടാമത്തത് അള്ളാഹു തആല ഒരുവന്റെ മേലെ വാജിബാക്കിയ ഒരു കാര്യത്തെ ജനങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് ഉപേക്ഷിക്കുന്നു, അതും കുഫ്റാണ്. ലിഅന്നഹു യുനാഫി കമാല തൗഹീദ്. കാരണം തൗഹീദിന്റെ പൂർണ്ണതയാണ് അവിടെ നിഷേധിക്കപ്പെടുന്നത്. തൗഹീദിന്റെ പൂർണ്ണതയെ നിഷേധിക്കപ്പെടുന്നു. അപ്പോൾ അള്ളാഹു തആല വാജിബാക്കിയ എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചാൽ അവൻ കാഫിറാണെന്ന് അർത്ഥമല്ല. എല്ലാം അതിന്റെ കണക്കനുസരിച്ചാണ്. അള്ളാഹു തആല വാജിബാക്കിയ ഒരു കാര്യമാണെന്ന് തൗഹീദ്. ഒരു വ്യക്തി ജനങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് തൗഹീദിനെ നിഷേധിച്ചു, തൗഹീദിനെ ഉപേക്ഷിച്ചെങ്കിൽ അവൻ കാഫിറാണ്. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല വാജിബാക്കിയ മറ്റേതെങ്കിലും ഒരു കാര്യം അതിനെ അവൻ ഉപേക്ഷിച്ചാൽ അവന് ആസിയാണ്, തിന്മ ചെയ്തവനാണ്, നേരിട്ട് ഒരു കാഫിറല്ല. ഏത് തരത്തിലുള്ള കാര്യമാണ് അവൻ ഉപേക്ഷിക്കുന്നത് അതിനനുസരിച്ചാണ്. ഇല്ലാ ഇദാ വസല അന്നഹു യഖ്ശ അന്നാസ് കഖശ്യത്തില്ലാഹി തമാമൻ. ഏത് സന്ദർഭത്തിലൊഴിച്ച് അവിടെ ജനങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് ഒരു കാര്യത്തെ അവൻ ഉപേക്ഷിക്കുന്നു. ഉപേക്ഷിക്കപ്പെടുന്ന കാര്യം തൗഹീദാകട്ടെ, അതല്ല മറ്റു വാജിബായ കാര്യങ്ങളാകട്ടെ, ഇനി മുസ്തഹബായ കാര്യം തന്നെയാകട്ടെ, ജനങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് അവൻ ഉപേക്ഷിക്കുകയാണ്. അവിടെ ജനങ്ങളെ ഭയപ്പെടുന്നത് ഏതുപോലെയാണ്? അള്ളാഹു തആല ഭയപ്പെടുന്നത് പോലെയാണ്. അള്ളാഹു തആല ഭയപ്പെടുന്നത് പോലെയാണ് ജനങ്ങളെ അവിടെ ഭയപ്പെടുന്നതെങ്കിൽ അത് കുഫ്റാണ്. ഹത്താ ലൗ തറക ഔ ലം യത്റുക്. ഇനി അവൻ ഒരു കാര്യം ഉപേക്ഷിച്ചിട്ടില്ലെങ്കിലും ശരി, ഉപേക്ഷിച്ചാലും ശരി, അള്ളാഹു തആലയെ ഭയപ്പെടുന്നത് പോലെ മറ്റാരെങ്കിലും അവൻ ഭയപ്പെട്ടാൽ അത് കുഫ്റാണ്, അത് ശിർക്കാണ്. ഇദാ സാവ ബൈന ഖശ്യത്തില്ലാഹി വ ഖശ്യത്തിന്നാസ്. അള്ളാഹു തആലയോടുള്ള ഖശ്യത്തും ജനങ്ങളോടുള്ള ഖശ്യത്തും സമമായി കഴിഞ്ഞാൽ, തുല്യമായി കഴിഞ്ഞാൽ, ഇനി അവരെ വാജിബായ ഒരു കാര്യം ഉപേക്ഷിച്ചാലും ശരി, ഇനി ഹറാമായ ഒരു കാര്യം പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും ശരി, അത് കുഫ്റായിത്തീരും. ഇനി മറ്റൊരു ഖൗഫാണ് ഖൗഫ് തബീഇ. ഖൗഫ് തബീഇ, തബീഇയായിട്ടുള്ള സാധാരണ നിലക്ക് സ്വാഭാവികമായിട്ടുള്ള പേടി, ഭയം. വഹുവൽ ഖൗഫു മിനൽ അഅദാഇ വസ്സിബാ. അതായത് വന്യമൃഗങ്ങളെയും അതുപോലെ ശത്രുവിനെയൊക്കെ ഭയപ്പെടുക. ശത്രുവിനെ, വന്യമൃഗങ്ങളെ ഭയപ്പെടുക, പാമ്പിനെ ഭയപ്പെടുക, അല്ലെങ്കിൽ തേളിനെ ഭയപ്പെടുക, ഇഴജന്തുക്കളെ ഭയപ്പെടുക. ഇതെല്ലാം തബീഇയായിട്ടുള്ള ഭയമാണ്, സാധാരണ നിലക്ക് മനുഷ്യനുണ്ടാകുന്നതാണ്. വഹാദാ യുഹർരിമുഹു അസ്സൂഫിയ്യ. സൂഫിയാക്കളെ സംബന്ധിച്ചിടത്തോളം അതിനെ ഹറാമാക്കും. അതായത് അല്ലാഹു തആല അല്ലാത്ത ഒരാളെയും ഭയപ്പെടാൻ പാടില്ല. ലാ യജൂസു ലനാ അൻ നഖാഫ മിൻ ഗൈരില്ലാഹ് വലാ നഖാഫ മിനൽ അഖറ വലാ മിനൽ ഹയ്യ വലാ മിനൽ അസദ് വലാ മിനൽ വഹ്ശ്. അവർ പറയും നമ്മൾ പാമ്പിനെ ഭയപ്പെടാൻ പാടില്ല, അല്ലെങ്കിൽ മൃഗങ്ങളെ ഭയപ്പെടാൻ പാടില്ല, തേളിനെ ഭയപ്പെടാൻ പാടില്ല, അല്ലാഹു തആലയെ മാത്രമാണ് ഭയപ്പെടേണ്ടത്. ഹത്താ അന്നഹു യംശൂന മസലൻ ഫഇദാ റഅ സുബാന വശൈ യഖൂൽ ലാ നഖാഫ് ലാ തഖാഫ് ലിഅന്ന ഹാദാ ഖദ്ഹുൻ ഫി തൗഹീദ്. ഇപ്പം എന്തെങ്കിലും ഒരു മൃഗങ്ങളെ മറ്റവർ വന്ന് നമ്മൾ ഭയപ്പെടാൻ പാടില്ലെന്ന് പറയും. കാരണം എന്താണ്? അത് തൗഹീദിലുള്ള കളങ്കമാണ്, തൗഹീദിനുള്ള ആക്ഷേപമാണ്. സൂഫിയ കമാ തഅരിഫൂൻ അന്നഹും മജാനീൻ. സൂഫികൾ അധികം എന്താണ്? ഭ്രാന്തന്മാരാണ്. അതറിയപ്പെട്ട സംഗതിയാണ്. നബി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നബിയായിട്ടുള്ള മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം ശത്രുക്കളെ ഭയപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ദാവൂദ് അലൈഹിസ്സലാം ഭയപ്പെട്ടിട്ടുണ്ട്, യൂസുഫ് അലൈഹിസ്സലാം ഭയപ്പെട്ടിട്ടുണ്ട്. ഒരിക്കലും സൂഫിയാക്കളൊന്നും ഒരിക്കലും എന്താണ് അമ്പിയാക്കളുടെ ദറജയിലേക്ക് എത്തുന്നതല്ല. അപ്പൊ ത്വബീയായിട്ടുള്ള ഒരു മനുഷ്യന്റെ പ്രകൃതിയാലുള്ള ഭയമാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പ്രകാരം ഖാല റബ്ബി ഇന്നി ഖതൽതു മിൻഹു നഫ്സൻ. അതായത് ഒരു കൗമിൽപ്പെട്ട ഒരാളെ അദ്ദേഹം വധിച്ചു. അപ്പൊ ആ സമയത്ത് അല്ലാഹു തആലയോട് അദ്ദേഹം പറയുകയാണ്
തീർച്ചയായും അവരുടെ കൗമിൽപ്പെട്ട ഒരാളെ ഞാൻ വധിച്ചിട്ടുണ്ട്. ഫഅഖാഫു അൻ യഖ്തുലൂൻ, എന്നെ അവർ കൊലപ്പെടുത്തുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഫഅഖാഫു അൻ യഖ്തുലൂൻ. അതേപോലെ തന്നെ ദാവൂദ് അലൈഹിസ്സലാം അദ്ദേഹം പറഞ്ഞു ദഖലു അലാ ദാവൂദ ഫഫസിഅ മിൻഹും ഫഖാഫ മിൻഹും. അദ്ദേഹത്തിന് അടുക്കൽ പ്രവേശിച്ചിട്ടുള്ള അവരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഭയപ്പെട്ടു. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫഖറജ മിൻഹാ ഖായിഫൻ യതറഖബ് ഖാല റബ്ബി നജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. ഫഖറജ മിൻഹാ ഖായിഫൻ, മൂസ അലൈഹിസ്സലാം. അതേപോലെ തന്നെ യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു ഖാല ഇന്നി ലയഹ്സുനുനി അൻ തദ്ഹബു ബിഹി വഅഖാഫു അൻ യഅകുലഹു അദ്ദിബ്. ചെന്നായ അദ്ദേഹത്തെ ഭക്ഷിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് പറഞ്ഞു, യൂസുഫ് അലൈഹിസ്സലാം പിതാവ്. വഅഖാഫു അൻ യഅകുലഹു അദ്ദിബു വഅൻതും അൻഹു ഗാഫിലൂൻ. തൊബീയായിട്ടുള്ള ഇത്തരത്തിലുള്ള ഭയം, ഖൗഫ്, അത് അല്ലാഹു അല്ലാത്തവരിൽ നിന്നുള്ള ഭയം ഉണ്ടാക്കുന്ന ഭയമാണ്. അപ്പൊ അല്ലാഹു അല്ലാത്തവരെ ഭയപ്പെടുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഭയമാണെങ്കിൽ അത് ജായിസാണ്, തൊബീയായിട്ടുള്ളത്. അതായത് കുഫറിന്റെയോ ശിർക്കിന്റെയോ പരിധിയിലേക്ക് എത്താത്ത തൊബീയായിട്ടുള്ള ഭയം, അത് ജായിസാണ്. أما أن تخاف من الجن أنهم سيتصرفون في الكون وسيضرونك يأخذون ولدك هذا لا يجوز. നീ ജിന്നുകളെ ഭയപ്പെടുക. അത് ജിന്നുകൾ ഈ പ്രപഞ്ചത്തിൽ തസറഫ് ചെയ്യുന്നവരാണ്, അതിൽ നിയന്ത്രിക്കുന്നവരാണ്, മാറ്റങ്ങൾ വരുത്തുന്ന കഴിവുള്ളവരാണ് ജിന്നുകൾ. ആ ജിന്നുകൾ തീർച്ചയായും ഉപദ്രവിക്കും, എൻ്റെ സന്താനത്തെ കൊണ്ടുപോകും. ഇങ്ങനെയൊക്കെയുള്ള പേടി അത് ഹറാമാണ്, അത് ഹറാമാണ്. والإنسان كلما ازداد إيمانه كلما ابتعد عن هذا الخوف. എത്ര കണ്ട് ഒരു മനുഷ്യന്റെ ഈമാൻ വർദ്ധിക്കുന്നുവോ അത്ര കണ്ട് ഇത്തരത്തിലുള്ള ഖൗഫ് അവന് അകന്നു പോകും. ഒരു മനുഷ്യന്റെ, ഒരു മുഅ്മിനിന്റെ ഈമാൻ വർദ്ധിക്കുന്തോറും ഇത്തരത്തിലുള്ള വേണ്ടാത്ത ഭയം, ജിന്നുകളെ ഭയപ്പെടുക, അത് അവനിൽ നിന്ന് അകന്നു പോകും. അത് ദമ്മായിക്കൊണ്ടാണ് പരിഗണിക്കപ്പെടുക. ഒരു ആക്ഷേപമായിട്ടുള്ള ഭയമാണ്, ആക്ഷേപിക്കപ്പെട്ട ഭയമാണ് ജിന്നുകളെ ഭയപ്പെടുന്നത്. ഇതുപോലെയുള്ള ഭയം. ചില ആളുകളൊന്നും ഒറ്റക്ക് സഞ്ചരിക്കൂല, ഒറ്റക്ക് നടക്കൂല, അതേപോലെ വീട്ടിൽ ഒറ്റക്ക് ഇരിക്കൂല. ജിന്നുകളെ ഭയം അത് ആക്ഷേപിക്കപ്പെട്ട ഭയത്തിൽപ്പെട്ടതാണ്, തൊബീയല്ല, അത് ആക്ഷേപിക്കപ്പെട്ടതാണ്. വഹാദാ മിൻ നുഖ്സാനിൽ ഈമാൻ, ഈമാനിന്റെ കുറവാണ് അതിനെ സൂചിപ്പിക്കുന്നത്, ഈമാന്റെ കുറവിനെ സൂചിപ്പിക്കുന്നതാണ്. വദഅഫുൽ യഖീൻ വഅദമുത് തവക്കുൽ, അവന്റെ യഖീന് ദുർബലമാണ്, അവന് തവക്കുലില്ല, അവന്റെ ഈമാൻ ന്യൂനതയുണ്ട് എന്നതിന്റെ സൂചനയാണത്. അവസാനം ഖാല ഫായിദത്തുൽ ഖൗഫ്, ഖൗഫിന്റെ ഫായിദ എന്താണ്, ഖൗഫിൽ നിന്ന് കിട്ടുന്ന ഫായിദ. ഖാല ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അൽ ഖൗഫു ഇബാദ ഹുവ മാ സദ്ദഖ അനിൽ മആസി. ഇബാദത്താകുന്ന ഖൗഫ് അത് യഥാർത്ഥത്തിൽ എന്തിനെ തൊട്ടുള്ള സത്യസന്ധതയാണ് മആസി. ഒരു വ്യക്തി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ യഥാർത്ഥത്തിൽ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യുന്നതല്ല, മഅസിയത്ത് ചെയ്യുന്നതല്ല, അള്ളാഹുവിനോട് തിന്മ പ്രവർത്തിക്കുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ ഒരു വ്യക്തി ഭയപ്പെടുകയാണെങ്കിൽ അവൻ മഅസിയത്ത് പ്രവർത്തിക്കുന്നതല്ല. والرجاء والمحبة لتكون عبادة هي ما حفزتك على الطاعات. അതേപോലെ ഒരു വ്യക്തി അല്ലാഹു തആലയെ യഥാർത്ഥത്തിൽ ഇഷ്ടപ്പെടുന്നു, അല്ലാഹു തആലയെ പ്രതീക്ഷ വെക്കുന്നെങ്കിൽ തീർച്ചയായും അവനിൽ നിന്ന് അള്ളാഹുവിനുള്ള ഇബാദത്തുകളും ത്വാഅത്തുകളും നമുക്ക് കാണാൻ സാധിക്കും. ഒരു വ്യക്തി അല്ലാഹു തആലയെ ഇഷ്ടപ്പെടുന്നു, അവന് പ്രതീക്ഷ വെക്കുന്നുവെങ്കിൽ അവനിൽ നിന്ന് ഈ ത്വാഅത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ അവനിൽ നിന്ന് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഒരു വ്യക്തി അല്ലാഹു തആല യഥാർത്ഥത്തിൽ ഭയപ്പെടുകയാണെങ്കിൽ അവനിൽ നിന്ന് മാസിയത്ത് ഉണ്ടായിരിക്കുന്നതല്ല. വഹാദ റദ്ദുൻ അലൽ ലദീന യഖാഫൂന ഹത്താ യബ്കൂന അൽ-ലൈല വൻ-നഹാർ. ചില ആളുകൾ രാത്രിയും പകലൊക്കെ ഇരുന്ന് അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് കരയും, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കരയും. ചോദിച്ചാൽ പറയാം അന അഖാഫു മിനല്ലാഹ്, രാത്രിയും പകലൊക്കെ കരച്ചിലാണ്, അല്ലാഹു തആലയെ ഭയപ്പെടുന്നു. പക്ഷെ അവനിൽ നിന്ന് ഈ മഅസിയത്തുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനർത്ഥം അവൻ എന്താണ്, യഥാർത്ഥത്തിൽ അല്ലാഹു തആലയെ ഭയപ്പെടുന്നില്ല. ഖാല ശൈഖുൽ ഇസ്ലാം അൽ ഖൗഫുൽ ഇബാദ ഗായതുഹു അദമു ഖൗഫൻ യസദ്ദഖൽ ഖൗഫ് അനിൽ മആസി. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുകയാണ്, അല്ലാഹു തആലയോടുള്ള
ഖൗഫ് എന്ന് പറയുന്ന ഇബാദത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, അതിന്റെ ഉന്നതമായ ലക്ഷ്യം എന്ന് പറയുന്നത് അവനെ മഅസിയത്തിൽ നിന്ന് ആ ഭയം തടഞ്ഞു നിർത്തും. അതാണ് ഖൗഫിൽ നിന്നുള്ള ഫായിദ, അല്ലാഹു തആല ഭയപ്പെടുന്നതുകൊണ്ടുള്ള ഫായിദ. നേരെ മറിച്ച് ഒരു മനുഷ്യനെ ഖൗഫ് എത്തിക്കുന്നത് എന്തിലേക്കാണ്? സങ്കടം, ഏത് സമയം സങ്കടം. അതുപോലെ തന്നെ രാത്രിയും പകലും ഫുള്ള് കരച്ചിൽ, സങ്കടപ്പെട്ടിരിക്കുക. അവസാനം അവന്റെ ശരീരത്തിനും മനസ്സിനും രോഗം ബാധിക്കും. അത് എന്തല്ല? ഇബാദത്തല്ല, അത് ഇബാദത്തല്ല. അതേപോലെ നമ്മൾ പറഞ്ഞു, അല്ലാഹു തആലയോടുള്ള പ്രതീക്ഷയും അല്ലാഹുവിനോടുള്ള മഹബത്തും അതിന് ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് അത് നിന്നെ ത്വാഅത്തിലേക്ക്, അല്ലാഹുവിനോടുള്ള ധാരാളക്കണക്കിന് സൽക്കർമ്മത്തിലേക്ക്, ഇബാദത്തിലേക്ക് നിനക്ക് ഉത്സാഹം നൽകും, പ്രേരണ നൽകും. ലൈസ റിജാൽ അന്നക തർജു ജന്നത്തല്ലാഹി വറിദ്വാനഹു മഗ്ഫിറതു ഹത്താ തഅമൽ മക്റല്ലാഹ്. നേരെ മറിച്ച് ഒരു വ്യക്തി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വർഗ്ഗം ആഗ്രഹിക്കുന്നു, അവന്റെ തൃപ്തി ആഗ്രഹിക്കുന്നു, അവന്റെ മഗ്ഫിറത്തിന് ആഗ്രഹിക്കുന്നു. പക്ഷേ അതോടൊപ്പം അവൻ എന്ത് ചെയ്യുന്നു? അല്ലാഹുവിന്റെ തന്ത്രത്തെ പറ്റി നിർഭയനുമാണ്. എങ്കിൽ അതെന്തല്ല? അത് ഇബാദത്തല്ല. അല്ലാഹു തആലയുടെ തന്ത്രത്തെ പറ്റി ഭയപ്പെടണം, അതോടൊപ്പം ഈ പറയുന്ന ഇബാദത്തുകളിലേക്ക് അവന് ഉത്സാഹം കാണിക്കണം. ഇലാഹുന സുബ്ഹാനക ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മഹബത്തിൽ എങ്ങനെയാണ് ശിർക്ക് സംഭവിക്കുക? മഹബ്ബ ശിർക്കിയ എന്ന് പറഞ്ഞാൽ എന്താണ്?